വരിയായി നിൽക്കാനാ പറഞ്ഞത് ടീച്ചറെ. ഞാനാകെ പേടിച്ചു. ഏത് ഐസ്ക്രീമാ വേണ്ടത്? ചോക്ലേറ്റിന് 2 എണ്ണം. പിന്നെയോ? ഒരു വാനില. മമ്മി നോക്ക് മമ്മി, ആ പാറുകുട്ടി പോണോ? പാറു, നീ എന്തിനാ ഇപ്പോ അങ്ങോട്ട് പോകുന്നേ? അതെന്താ? മുത്ത് ഐസ്ക്രീം വാങ്ങുമ്പോ നിനക്ക് വാങ്ങിത്തരാൻ വേണ്ടിയാണോ? പിന്നെ ഐസ്ക്രീം വാങ്ങാനൊക്കെ എന്റെ കയ്യിൽ കാശുണ്ട്. പിന്നെ എന്തിനാ നീ ഇപ്പോ തന്നെ പോകുന്നേ? എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുമ്പോഴല്ലേ ഞാൻ
രൂപ ആയിട്ടുള്ളൂ മോളൂ. ഒരെണ്ണം കൂടി എടുക്കട്ടെ? മുത്തേ, അതിന് 3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ നിനക്കില്ലേ? എനിക്ക് വേണ്ട പാറു. മുത്തേ, നീ ഇവിടെ നിന്ന് കഴിച്ചോ. അവിടെ പോയാ അവിറ്റകൾ നിനക്ക് തരൂല. ഇവിടെ നിന്നിട്ട് തന്നെ കഴിച്ചോ. വേണ്ട പാറു, ഞാനേ ഇവിടെ നിന്ന് കഴിച്ചാലേ ചെറിയമ്മ വഴക്ക് പറയും. അവിടെ പോയാലേ അവര് നിനക്ക് തരില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ. കുട്ടി, നിനക്ക് എന്താണ് വേണ്ടത്? ഡി മുത്തേ. അയ്യോ പാറു, ഞാൻ പോട്ടെട്ടോ. ഏത് ഐസ്ക്രീം വേണം? പിസ്ത ഉണ്ടോ? പിസ്ത. പിന്നെന്താ, പിസ്തയും വാനിലയും ചോക്ലേറ്റും എല്ലാം ഉണ്ട് ഇവിടെ. ഏതാ വേണ്ടെന്ന് പറഞ്ഞാ മതി. എന്നാ പിസ്ത മതി. ഒരെണ്ണം മതിയോ? എത്ര നേരമായിടി നീ ഒരു ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട്? ചെറിയമ്മേ, അയാൾ എടുത്ത് തരുമ്പോഴല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് പോയി എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് വരാൻ. ഓ, നീ തർക്കുത്തരവും പറഞ്ഞു തുടങ്ങിയോടി. തർക്കുത്തരമല്ല ചെറിയമ്മേ, ഞാനൊരു സത്യം പറഞ്ഞതാ. ഞാൻ അവിടെ പോയിട്ട് ഒരു മിനിറ്റ് പോലും വെറുതെ നിന്നിട്ടില്ല. ഐസ്ക്രീം കിട്ടിയതും ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ചെറിയമ്മയെ കണ്ടതല്ലേ? നീ ഇന്ന് പ്രസംഗിക്കാതെ ആ ഐസ്ക്രീം ഇന്ന് താടി. മമ്മി താ മമ്മി, എനിക്ക് ചോക്ലേറ്റ് മതി മമ്മി. എനിക്കും ചോക്ലേറ്റ് മതി. എന്താടി നീ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല ചെറിയമ്മേ. നീ എവിടെ പോവാടി? ഞാൻ ഒരു ഐസ്ക്രീം കൂടെ വാങ്ങി വരാം. ഒന്നിന്റെ കുറവ് കൂടി ഉണ്ടല്ലോ. ആര് പറഞ്ഞു? ഞാൻ നിന്നോട് 3 എണ്ണമല്ലേ വാങ്ങാൻ പറഞ്ഞത്? അതെ. അപ്പൊ നീ 3 എണ്ണം കൊണ്ടുവന്നു അല്ലേ? ഉവ്വ്. പിന്നെന്തിനാ ഇനി ഒന്ന് പുതിയത് വാങ്ങാൻ പോകുന്നേ? അത് എനിക്കൊന്ന് കഴിക്കാനാ ചെറിയമ്മേ. വല്ലാത്ത ദാഹം. ഒരു ഐസ്ക്രീം തിന്നാൻ കൊതിയാവുന്നു. മര്യാദയ്ക്ക് അവിടെ നിന്നോണം. അവൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പൂതി. ഇന്ന് നീ ഐസ്ക്രീം കഴിച്ചാലുണ്ടല്ലോ, നിനക്ക് നാളെയും വേണമെന്ന് തോന്നും. അപ്പോഴൊക്കെ വാങ്ങാൻ എവിടുന്നാടി കാശ്? നിന്റെ അച്ഛൻ അത്ര വലിയ പണക്കാരനൊന്നും അല്ലല്ലോ. തൽക്കാലം നീയേ അവിടെ നിന്നിട്ട് ഐസ്ക്രീം എങ്ങനെയാ തിന്നാന്ന് നോക്കി പഠിക്ക്. ചേട്ടാ, എത്ര രൂപയാ? 100 രൂപ. കുട്ടികളെ, നിങ്ങൾ കണ്ടില്ലേ എന്റെ അവസ്ഥ?